നേരെ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലേക്ക് അതിജീവനത്തിന്റെ ഒരു ഓണക്കാഴ്ച കാണാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്. 178 കുടുംബങ്ങൾ വയനാട് ടൗൺഷിപ്പിൽ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ഈ കാഴ്ച, ഇതിനപ്പുറം നല്ലൊരു ഓണക്കാഴ്ച വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ LDF സർക്കാർ ആ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ കരുതലിന്റെ, സ്നേഹത്തിന്റെ ടൗൺഷിപ്പ്, അതെ, സമ്മാനം, ആ ഇടത്തിലേക്കാണ് പോകുന്നത്. ജോഷില നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓണക്കാഴ്ചകളൊക്കെ പങ്കുവയ്ക്കാനായി. ജോഷിലേച്ചി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം ജോഷില. ഗുഡ് മോർണിംഗ് മനു, ഉമ, ഹാപ്പി ഓണം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ ടൗൺഷിപ്പിലാണ്. നമുക്കറിയാം ടൗൺഷിപ്പിലെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പങ്കുവെച്ചതാണ്. എന്തായാലും ടൗൺഷിപ്പിലുള്ളവരെല്ലാം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരായ ഫേസ് 1 ആളുകളെല്ലാം തന്നെ പുതിയ വീടുകളിൽ ഓണം ആഘോഷിക്കുകയാണ്. എന്തായാലും മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സന്തോഷം, ഹാപ്പി ഓണം എന്ന് അവർ ആ പുതിയ മുറ്റത്ത് എഴുതി കാണുമ്പോഴുണ്ടാകുന്ന, പൂക്കൾ കൊണ്ട് എഴുതി കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. എന്തായാലും ഇത്തവണ 178 കുടുംബങ്ങൾക്കെങ്കിലും ഓണം ആഘോഷിക്കാൻ, സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഓണം ആഘോഷിക്കാൻ, പഴയ ദുരന്ത ഓർമ്മകളൊക്കെ തന്നെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടെങ്കിലും ഒരു പുതിയ ഓണത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സതീശൻ്റെ വീട്ടിലാണുള്ളത്. രാവിലെ തന്നെ ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് സതീശനോട് ആ ഒരു ഓണത്തിൻ്റെ പഴയകാല ഓർമ്മയും ഒക്കെ ഉണ്ടാവും. നമുക്ക് ചോദിക്കാം. സതീഷേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എല്ലാവർക്കും ഹാപ്പി ഓണം. അടിപൊളി ഓണമാണ്. ഞങ്ങൾ ടൗൺഷിപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം വീട് കിട്ടിയിട്ട് 178 വീട്ടിൽ നമുക്ക് വീട് കിട്ടിയതിൽ ഫസ്റ്റ് ഓണം ഞങ്ങൾ ആദ്യം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, അതായത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിന്, അതായത് സർക്കാർ നമുക്ക് ഈ വീട് തന്ന ഞങ്ങളെ, അതായത് ഒരു എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞങ്ങളെ ഒരു കരകയറ്റി വിടുന്നത്. അപ്പോൾ സർക്കാരിന് ആദ്യമായിട്ട് ഒരു നന്ദി പറയാണ്. പിന്നെ പഴയ സർക്കാർ LDF സർക്കാർ. പിന്നെ ഒരു ആശങ്ക കൂടി ഞങ്ങൾക്ക് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ബാക്കിലിരിക്കുന്നുണ്ട്. അവർ വലിയൊരു ആശങ്കയിലാണ്. അപ്പോൾ അവർക്ക് വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ആഘോഷിക്കുന്നു, അവർക്ക് വീടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ട്. ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാവരും കൂടി ഫേസ് 1 ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഓണാഘോഷം നടത്താനൊക്കെ തീരുമാനിച്ചു. കുറെ പേര് അത് വേണ്ടാന്നുള്ള രീതിയിൽ മാറി നിന്നിട്ടുണ്ടല്ലേ, അവര് പുറത്ത് ആളുകളുള്ളത് കൊണ്ട്. അതായത് ആഘോഷം വേണ്ടാന്ന് മാറി നിന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ആശങ്ക, അപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമുള്ള ഒരു ഓണം കൂടി ആയിരിക്കും. അപ്പോൾ അവർ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ മാത്രം ആഘോഷിക്കാം, ഞങ്ങൾ കൂടെ ഉള്ളവർ വരെ. ഇപ്പം ഞങ്ങൾ 178 പേർക്ക് വീട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇനി ഒരുപാട് ആൾക്കാർ കിട്ടാനുണ്ട്. അപ്പം നമ്മൾ കൂട്ടുകാരന്മാരടക്കം. അപ്പോൾ അവർ പുറത്തിരുന്നിട്ട് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ വലിയൊരു, അതൊരു ചെറിയതല്ല, വലുതായിട്ടൊരു വിഷമം തന്നെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ചൊരു ഓണമാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. മുണ്ടക്കയിലെയോ ചൂരൽമലയിലേക്ക് ഒരു ഓണം ഉണ്ടായിരുന്നില്ലേ, ഓണക്കാലം? അന്ന് ആ ഓണക്കാലത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഓണക്കാലം? അത് നല്ല അടിപൊളി തന്നെയായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു വിഷമം തന്നെയാണ്. അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നോ ആഘോഷിച്ചിരുന്നത്? ആ, വടംവലിയൊക്കെ നല്ല ആഘോഷത്തിലാണ് കഴിച്ചത്. വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് പോവല്ലോ. എവിടെ വെച്ചാ നടന്നിരുന്നത്? ഞങ്ങള് അങ്കലവാടിയിലും, മുണ്ടക്കായി തന്നെ അങ്കലവാടിയിൽ വെച്ചല്ലേ കാണാൻ പോവാറുണ്ട്? കാണാൻ പോവാറുണ്ട്. അവരൊന്നും ഇപ്പൊ ഇല്ല അല്ലേ? ഇല്ല, അവരൊക്കെ പോയില്ലേ. ഇപ്പോഴത്തെ ഓണം എങ്ങനെയുണ്ട്? 2 വർഷത്തിന് ശേഷമാണല്ലേ ഓണം? 2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഓണം ആഘോഷിക്കുന്നത്. സ്വന്തം വീട്ടുമുറ്റത്ത്. അതിന്റെ ഒരു സന്തോഷമില്ലേ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്നാലും വീട് കിട്ടാത്തവർക്കുള്ള വിഷമം അത് വേറെ. അച്ഛൻ എന്ത് പറയുന്നേ ഓണത്തെ കുറിച്ച്? പുതിയ ഓണം 2 വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പൊ ആദ്യമായിട്ട് നടത്തുന്ന ഓണാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഉണ്ടല്ലേ? മക്കളൊക്കെ എല്ലാരും ഉണ്ട്. എല്ലാ മക്കളും ഉണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്. 4 മക്കളാണ്. 4 മക്കൾ ഇവിടെ ഉണ്ട്. 4 മക്കളും ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത്? വേറെ ഓണായതുകൊണ്ട് എല്ലാവരും വന്നതാണ് പുതിയ വീട്ടിൽ അല്ലേ? എല്ലാരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാണ്. ചേച്ചി, കുഞ്ഞു വാവയുണ്ടല്ലോ. വാവയുടെ പുതിയ ഓണം കൈരളിയെത്തുന്നു. 6 മാസം അല്ലേ പ്രായം? 6 മാസം. പുതിയ ഓണം വാവയുടെ. ഓണം എങ്ങനെയുണ്ട്? ഇന്നത്തെ ഓണം എങ്ങനെയുണ്ട്?
ഇന്നത്തെ ഓണം അടിപൊളിയായി പോകുന്നേ. സർക്കാർ വീട് തന്നതുകൊണ്ട് ഒക്കെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് വലിയ ആഘോഷം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ വലിയ ആഘോഷം തന്നെയായിരുന്നു അത്. ഫൈനാൻസിന്റെ ഒരു ഇതൊക്കെ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അവരെ വകയിൽ നമുക്ക് അത്തപ്പൂക്കള മത്സരം, വടംവലി, ഈ വഴുക്കുമരം കയറുക, ഓരോ ഗെയിംസും കാര്യങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും വന്ന് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഒത്തുകൂടി നല്ലൊരു ഓണമായിരുന്നു അതൊക്കെ. ഇപ്പോൾ പറഞ്ഞാൽ ഈ നമ്മൾ ഇതേപോലെ പൂവൊക്കെ വാങ്ങിയിടുന്നു. ഞങ്ങളൊക്കെ അന്ന് അവിടെ കാട്ടിൽ അമ്പലത്തിൻ്റെ അമ്പലമേട്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പറിച്ച് വന്ന് ഞങ്ങളെ ഒന്നിച്ച് അവിടെ പാടി ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചിടലും ഒക്കെ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ ഒന്നിച്ച് നല്ല രസമായിരുന്നു. ഇപ്പൊ ഒക്കെ മക്കൾ അങ്ങനെയൊന്നും കിട്ടുന്നില്ല മക്കൾക്കൊന്നും. തിരിച്ചു വരും, പേടിക്കണ്ട, എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വരികയല്ലേ. അതെ അതെ പ്രതീക്ഷിക്കാം. അവർക്കൊരു സങ്കടമുണ്ട്. അതെ അതെ. അതേപോലെ കൈരളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ കുടുംബത്തിന്റെ എല്ലാവരും ഹാപ്പി ഓണം. എല്ലാവരും അറിയൂ. അപ്പൊ മനു, ഈ പൂക്കളം വരച്ച ആളിവിടെ ഉണ്ട്, ആർട്ടിസ്റ്റാണ്. ഓണം മുണ്ടക്കൈ വിട്ടിട്ടുള്ള ഒരു ഓണം. മുണ്ടക്കൈ എൻ്റെ ഭാര്യ വീടാണ്. പക്ഷേ അതിമനോഹരമായൊരു പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അതൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഓർമ്മകൾ മാത്രമായി. എന്നാലും അടിപൊളി ഓണം. പ്രാവശ്യത്തെ പുതിയ വീട് കിട്ടിയ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മളെ അമ്മോസനും കിട്ടാനുണ്ട്. ഇവരെ നമ്മളെ ഭാര്യൻ്റെ പിന്നെ അച്ഛനക്ക് അവർക്കും വീട് കിട്ടിയിട്ടില്ല. പിന്നെ പരിഗണനയിലുണ്ട്. അടുത്ത ഓണത്തെ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ ഓണം എല്ലാവർക്കും ഇത്തവണ ഒത്തുചേരലിൻ്റെ ഒരു ഓണമാണ്. ഒത്തുചേരാൻ ഒരു ഇടമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന ഒരു ഓണം കൂടിയാണിത്. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം വന്ന ഓണം. ആ ഓണം സ്വന്തം വീട്ടുമുറ്റത്ത് പൂക്കളമിട്ട് ആഘോഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് മനു ഏറെ ആശ്വാസകരമായ കാര്യം. എന്നാൽ പോലും ഏകദേശം അടുത്ത മാസത്തോടുകൂടി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെയാണ് പുതിയ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ആശങ്ക ഇപ്പോഴുമുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു പണി തീരുന്ന രീതിയിലേക്കൊന്നല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എല്ലാവരും ഒത്തുചേർന്നുള്ള മുണ്ടക്കൈയിലെ ഒരു ഗംഭീരമായ ഓണം, ആ ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പലരും പങ്കുവെക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി കേട്ടിട്ടുണ്ട്. എന്തായാലും ആ ഓണക്കാലത്തേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും പ്രേക്ഷകർക്കെല്ലാം തന്നെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ ഈ പുതിയ വീട്ടിൽ നിന്നുകൊണ്ട് ഓണം ആശംസിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ജോഷ്ലേച്ചി, രാവിലെ ഈ കാഴ്ചകൾ കണ്ടതിന്. ആ മനുഷ്യരുടെ പുതിയ ജീവിതമാണ്, പുതിയ ഒന്നാമത്തെ ഓണമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം അവർക്ക് 2 വർഷത്തെ ആ കാത്തിരിപ്പിലും വിഷമങ്ങൾക്കും ഒടുവിൽ. അതെ അതെ. ഓക്കെ, താങ്ക് യു ജോഷ്ലേച്ചി. രാവിലെ സന്തോഷം. അവരോടൊക്കെ നമ്മുടെ സ്നേഹം അറിയിക്കുക, നമ്മുടെ ആശംസകൾ അറിയിക്കുക കേട്ടോ. നമുക്ക് കാണാം ഇനിയും.